വെൽക്കം ബാക്ക്. ഇപ്പം നമ്മൾ അടുത്തൊരു ലൂപ്പ് പഠിക്കാൻ പോവാണ്, ഫോർ ലൂപ്പ്. ആ ലൂപ്പ് നമ്മുടെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനുണ്ട്, റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനുമാണ്. അതിനെപ്പറ്റിയും കൂടെ പഠിച്ചുകൊണ്ട് അതുമായിട്ട് ഒന്നിച്ചാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പോകുന്നത്. ഫോർ ലൂപ്പ് വേറെ പല രീതിയിലും ഉപയോഗിക്കാം, അത് നമ്മൾ വഴിയേ പഠിക്കും. അപ്പോൾ ലൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോക്കില്ലേ അത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടും. എത്ര പ്രാവശ്യം എന്ന് തീരുമാനിക്കുന്ന ഈ റേഞ്ചാണ്. ഉദാഹരണത്തിന് റേഞ്ച് 5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഐയുടെ വില 0 ആവും, പിന്നെ ഐയുടെ വില 1 ആവും, 2 ആവും, 3 ആവും, 4 വരെ പോകും. എന്നിട്ട് അത്രയും പ്രാവശ്യം ഈ ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടും. നമുക്കൊരു കൊച്ചു പ്രോഗ്രാം എഴുതാം. പ്രിൻ്റ് വെറുതെ ഒരു ലൈൻ വരയ്ക്കാം. ഇത് കുറേ എക്സിട്ട് അത് അതേപടി വരും. അത് കഴിഞ്ഞ് നമ്മൾ ലൂപ്പ് തുടങ്ങുകയാണ്. പുതിയ കാര്യം പഠിച്ചത് ഐ ഇൻ റേഞ്ച് 5. എന്നിട്ട് എന്ത് വേണം? ഒരു കോളൻ വേണം. പ്രിൻ്റ് ഐ. പിന്നെ വേണം ഈ പ്രിൻ്റ് എന്തെഴുതിയാലും അത് അതേപടി വരും. ഒരു വരയിടാം. പ്രിൻ്റ്. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ആദ്യം ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഐ ഇൻ റേഞ്ച് 5 ആണ്. ഇതാണ് നമ്മുടെ ബ്ലോക്ക്, റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ബ്ലോക്ക്. അപ്പോൾ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്? ആദ്യം ഐ 0 ആയിട്ട് ആദ്യം ഐ 0 വരും. നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യേണ്ട കാര്യമില്ല വൈൽ ലൂപ്പിനെ പോലെ. ഇതൊന്ന് റൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം ഈ പുറത്തുള്ള ലൂപ്പിന് പുറത്തുള്ള ഈ പ്രിൻ്റ് വന്നു, പിന്നെ ഇതിൻ്റെ അകത്ത് വന്നു. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. പ്രിൻ്റ് ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കാൻ? ആദ്യം ഈ ലൈന് പ്രിൻ്റ് ചെയ്യപ്പെടും. പിന്നെ എന്താണ്? ഐ ഇൻ റേഞ്ച് 5 അല്ല. അപ്പോൾ ഐ ആദ്യം 0 ആണ്. ഐ നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നില്ലെങ്കിലും പ്രിൻ്റ് ചെയ്യപ്പെടും. പിന്നെ ഈ ലൈന് പ്രിൻ്റ് ചെയ്യപ്പെടും. പിന്നെ ഐ എന്താവും? ഐ 1 ആവും. ഐ 1 ആയിട്ട് പ്രിൻ്റ് ചെയ്യും. പിന്നെ ഐ 2 ആവും, ഐ 3 ആവും. അങ്ങനെ ഇത് ഈ ബ്ലോക്കിൽ ഈ 2 പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടും. നമുക്ക് നോക്കാം ഒന്നുകൂടെ. മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കി പറയാമെന്ന് വെച്ചാൽ ഇവിടെ എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് അത്രയും കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്യപ്പെടും. ഒരു പ്രോഗ്രാം കൂടെ ചെയ്യാം നമുക്ക്. ഇത് ഇത്രയും നമുക്ക് കോപ്പി ചെയ്യാം. Ctrl+C, പുതിയൊരു സെല്ലെടുത്തു. Ctrl+V. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് ഐ മാത്രമാണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? ഐ. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഐ മാത്രം പ്രിൻ്റ് ചെയ്യിക്കാം, ബാക്കിയൊന്നും വേണ്ട. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ. ഇതിപ്പോൾ റൺ ചെയ്ത് ആദ്യം ഐ 0 ആയിരിക്കും, പിന്നെ ഐ 1 ആയിരിക്കും, ഐ 2 ആയിരിക്കും, ഐ 3 ആയിരിക്കും, ഐ 4 ആയിരിക്കും. ഇത്രയും ഒന്ന്. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി ഇത് എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട്, ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒന്നുമില്ല, നമ്മൾ കാര്യം ചെയ്യാം. ഇപ്പോൾ ഐ, 10 × I. ഇതിനെ നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ആദ്യം 1 10, പിന്നെ 2 20, 3 30, 4 40, 0 കൂടെ വരും. 0 0, 1 10, 2 20, 3 30, 4 40 എന്ന് വരും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? നമുക്കൊരു പാറ്റേൺ വരയ്ക്കണം. അതും പറ്റും. പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ സെല്ലുണ്ടാക്കാം.
അപ്പോൾ എന്താണ് ഫോർ ഐ ഇൻ റേഞ്ച് 5 ഒരു കോളൻ വേണം. വളരെ എളുപ്പമാണ്. പ്രിൻറ്റ് ഐ ഇൻറ്റു സ്റ്റാർ. ഒരു ഹാഷ് വെച്ചിട്ടുള്ള പാറ്റേൺ ആക്കാം. അപ്പോൾ എന്ത് വരും? ആദ്യം ഐ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഒരു ഇതും വരത്തില്ല. അത് കഴിഞ്ഞ് ഒരു ഹാഷ് വരും, പിന്നെ 2 ഹാഷ് വരും, പിന്നെ 3 ഹാഷ് വരും. നമ്മൾ നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു കൊമ വേണമായിരുന്നു. ഐ എന്ന് കൊടുത്തില്ല. ഫോർ ഐ ഇൻ റേഞ്ച്. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ റേഞ്ച് 5-ന് പകരം ഞാൻ 10 കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ബ്ലോക്ക് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഫോർ ലൂപ്പിൻ്റെ കാര്യം. അപ്പോൾ പല സംഭവങ്ങളും ചെയ്യാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് റേഞ്ചിൻ്റെ വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണം എന്നുണ്ട്. അപ്പം നമുക്ക് ഇതെന്താ ഐ ഇൻ റേഞ്ച് ഇങ്ങനെയും കൊടുക്കാം. 3,6 എന്ന് കൊടുത്ത് ഇതിങ്ങനെ കൊടുത്തതിൻ്റെ അർത്ഥം 3-ൽ തുടങ്ങി 6 വരെ ഞാനിവിടെ കമൻ്റ് ചെയ്ത് എഴുതാം. നമുക്ക് എന്താ ഔട്ട്പുട്ട് നോക്കാം. പ്രിൻ്റായി. അപ്പോൾ എന്താണ് ഈ റേഞ്ച് 3 എന്ന് പറഞ്ഞാൽ? 3-ൽ തുടങ്ങി സ്റ്റാർട്ട് ഫ്രം 3, stop before 6, stop at 5. 3-ൽ തുടങ്ങി 5 വരെ, 6 ഇല്ല. അപ്പോൾ പ്രിൻ്റ് 3,8 എന്ന് കൊടുത്താൽ 3 തുടങ്ങി 7 വരെ, 8 പ്രിൻ്റ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ റേഞ്ച് എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ പഠിച്ചേക്കാം. റേഞ്ച് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. 382 എന്ന് കൊടുക്കാം വേണമെങ്കിൽ. അപ്പോൾ 3 തുടങ്ങി 8 വരെ പോവും. 8 ഉൾപ്പെടില്ല. പക്ഷെ ഓരോ സ്റ്റെപ്പും കൂട്ടുന്ന എത്രയാണ്? 2 വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം. 3, 5, 7. സ്റ്റോപ്പ് അറ്റ് 8, സ്റ്റോപ്പ് അറ്റ് 7. ഇതെന്ന് പറഞ്ഞാൽ 382 എന്ന് പറഞ്ഞാൽ 8-ന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യും. വിത്ത് സ്റ്റെപ്പ് ഓഫ് 2. 3-ൽ തുടങ്ങി 8 വരെ, 8 ഉൾപ്പെടാതെ, 8 ഒഴികെ സ്റ്റെപ്പ് സൈസ് 2 ആണ്. അതാണ് റേഞ്ച്. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ഐയും എനിക്ക് വേണമെങ്കിൽ സ്പേസ് കൊടുക്കുന്നതിന് പകരം വേറൊരു സംഭവമുണ്ട്. /t. ഇത് ടാബ് എന്ന് പറയും. എന്നിട്ട് എനിക്ക് എന്ത് കൊടുക്കാം? 10i കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിൻറ്റ്, വെറുതെ എന്തെങ്കിലും ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യാം. പ്രിൻറ്റ് നമ്മൾ ലൂപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയാണ് ലൂപ്പിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ലൂപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? റേഞ്ച് 382 ആണ്. 3-ൽ തുടങ്ങി 8 വരെ, 8 ഒഴികെയാണ്. 8 നോട്ട് ഇൻക്ലൂഡിങ് 8 ആണ്. എന്ന് വെച്ചാൽ 7 ഉണ്ട്, 7 ഉണ്ട്. സ്റ്റെപ്പ് സൈസ് ഇത്ര 2. അപ്പോൾ ആദ്യം 3, പിന്നെ 5, പിന്നെ 7. പിന്നെ എന്താണ്? ഓരോ പ്രാവശ്യം 3 എന്ന് എഴുതിയിട്ട് എ എന്ന് എഴുതും, പിന്നെ ബി എന്ന് എഴുതും. സി എന്ന് എത്ര പ്രാവശ്യം എഴുതും? അത് ലൂപ്പിൻ്റെ വെളിയിലായതുകൊണ്ട് അത് ഒരു പ്രാവശ്യമേ എഴുതത്തുള്ളൂ.
നമുക്കത് റൺ ചെയ്ത് നോക്കാം. 3 30 AAA 5 50 AAA. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ റേഞ്ച് പഠിച്ചു. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സമ്മറി ഉണ്ട് ഇവിടെ. നമ്മൾ പഠിച്ചത് റേഞ്ച്. n എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മുതൽ n വരെ. n ഉൾപ്പെടില്ല. പിന്നെന്താണ്? സ്റ്റാർട്ട് സ്റ്റോപ്പ് ആവാം. 3,6 എന്ന് പറഞ്ഞാൽ 3 4 5 6 വരില്ല. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് ആകാം. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? 3 10 2 3 മുതൽ 10 വരെ, 10 ഉൾപ്പെടാതെ. പക്ഷേ 3 5 7 9. പിന്നെ എന്താണ്? ഫോർ ഐ ഇൻ റേഞ്ച് S1 S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ S1ഉം S2ഉം 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടും. ഇവിടെ എഴുതി കഴിഞ്ഞാൽ ലൂപ്പിൻ്റെ പുറത്താണ്. /T എന്ന് പറഞ്ഞാൽ എന്താണ്? ടാബ് സ്പേസ് ആണ്. /n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈനാണ്. നമുക്ക് ഈ എക്സാമ്പിളിൽ വേണമെങ്കിൽ ഇവിടെ ഒരു പ്രിൻ്റ് /n കൊടുക്കാം. എന്ന് പറഞ്ഞാൽ AAA എന്നുകൊണ്ട് ഒരു ലൈൻ സ്കിപ്പ് ചെയ്യും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. AA എന്ന് എഴുതിയിട്ട് ഒരു ലൈന് സ്കിപ്പ് ചെയ്തു. എന്നിട്ടാണ് BBB എന്ന് എഴുതുന്നത്. പിന്നെ ഒരു ലൈൻ സ്കിപ്പ് ചെയ്തു. അപ്പം അത്രയൊക്കെയാണ് ഫോർ ലൂപ്പിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫോർ ലൂപ്പ് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്യണം. ഞാനൊരു എക്സസൈസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരാം. സോ താങ്ക് യു. ബൈ ബൈ.